കുവൈറ്റിലെ വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനായി നടപടികൾ സ്വീകരിക്കുന്നുണ്ടെന്ന് ഇന്ത്യൻ അംബാസിഡർ. അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങേണ്ട ഇന്ത്യൻ പൗരന്മാർക്കായി പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിക്കുകയാണെന്ന് പരിമിത ത്രിപാഠി അറിയിച്ചു. കുവൈറ്റിലെ വ്യോമപാത അടച്ചതിനെ തുടർന്നുണ്ടായ വെല്ലുവിളികൾ പരിഹരിക്കുന്നതിനും ഇന്ത്യൻ പൗരന്മാരുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനുമായി എംബസി സ്വീകരിച്ചുവരുന്ന നടപടികളെക്കുറിച്ച് വിശദീകരിക്കുകയാണ് ഇന്ത്യൻ അംബാസിഡറായ പരിമിത ത്രിപാഠി. കുവൈറ്റിലെ മാധ്യമപ്രവർത്തകരുമായി നടത്തിയ കൂടിക്കാഴ്ചയിലാണ് നിലവിലെ സാഹചര്യങ്ങളെക്കുറിച്ചും എംബസിയുടെ ഇടപെടലുകളെക്കുറിച്ചും വ്യക്തമാക്കിയത്. അടിയന്തരമായി നാട്ടിലേക്ക് മടങ്ങേണ്ട ഇന്ത്യൻ പൗരന്മാർക്കായി പ്രത്യേക വിമാനങ്ങൾ ക്രമീകരിക്കുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് അംബാസിഡർ അറിയിച്ചു. യാത്ര സുഗമമാക്കുന്നതിന് ആവശ്യമായ എല്ലാ സൗകര്യങ്ങളും എംബസി ഒരുക്കുന്നുണ്ടെന്നും നിലവിലെ സാഹചര്യം നേരിടുന്നതിനായി ഇന്ത്യയും കുവൈറ്റും തമ്മിൽ ഉന്നതതലത്തിലുള്ള ആശയവിനിമയങ്ങൾ നടക്കുന്നുണ്ടെന്നും അവർ ചൂണ്ടിക്കാട്ടി. ഒപ്പം പ്രയാസകരമായ ഈ സാഹചര്യത്തിൽ ഇന്ത്യൻ സമൂഹം പുലർത്തുന്ന സംയമനത്തെയും ഉത്തരവാദിത്ത ബോധത്തെയും അംബാസിഡർ പ്രശംസിച്ചു. പ്രവാസികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കുവൈറ്റ് സർക്കാർ നൽകുന്ന പിന്തുണയ്ക്കും അവർ നന്ദി അറിയിച്ചു. മാത്രമല്ല, തെറ്റായ വാർത്തകൾ പ്രചരിക്കുന്നത് തടയാൻ ഔദ്യോഗിക സ്രോതസ്സുകളിൽ നിന്നുള്ള വിവരങ്ങൾ മാത്രം പിന്തുടരണമെന്നും പരിമിത ത്രിപാഠി അഭ്യർത്ഥിച്ചു. കൃത്യമായ വിവരങ്ങൾ ജനങ്ങളിൽ എത്തിക്കുന്നതിൽ മാധ്യമങ്ങളുടെ പിന്തുണയെയും അംബാസിഡർ അഭിനന്ദിച്ചു. വ്യോമപാത അടച്ചതുമൂലം യാത്ര തടസ്സപ്പെട്ടവർക്ക് ആവശ്യമായ മാർഗനിർദ്ദേശങ്ങൾ നൽകാൻ എംബസി സജ്ജമാണെന്നും അവർ കൂട്ടിച്ചേർത്തു. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.